ആദ്യമായിട്ട് കാണുന്നത് മാട്രിമോണി വഴിയാണെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എത്ര വർഷമായിട്ടുള്ള പരിചയമാണ്. എന്തുകൊണ്ടാണ് ആ ചോദ്യം ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞങ്ങളിപ്പോ കണ്ടിട്ട് ഒരു വർഷം അടുത്താവുന്നേ ഉള്ളെങ്കിലും ഞങ്ങൾക്കിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഞങ്ങൾ ഒരേ പാതയിലാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പുതിയതായിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്ന റോഷ്മേച്ചിയാണ്. അത്യാവശ്യം എല്ലാം നല്ലോണം കമ്പനി ആയിട്ടുണ്ട്. ഇന്ന് ചേട്ടൻ്റെ എൻഗേജ്മെന്റ് ആണ്. എന്തായാലും എല്ലാവരും ഹാപ്പിയാണ്. ചേട്ടനും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന കുദാശയിലൂടെ ഏലിയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അപ്പം ഇന്നാണ് കല്യാണം. അപ്പം അയ്യോ വേണ്ട, എനിക്ക് ഡയലോഗ് പറഞ്ഞതാ. ഞാൻ അഗ്നലിന്റെ ചേട്ടനാണ്, പേര് ജിനോ. എന്റെ വൈഫ് റോഷ്മി. രണ്ടുപേരുടെ പേര് ഒരുപോലെ വന്നുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുന്ന അഗ്നലിന്റെ റോഷ്മിക്ക് എല്ലാവിധ ഭാവാനുഭവങ്ങൾ നേർന്നുകൊള്ളുന്നു. അവരെ പറ്റി എനിക്കൊന്നും പറയാനില്ല, പറഞ്ഞാല് കുറച്ച് കൂടിപ്പോകും. ഇത്ര നല്ല മാന്യം സൽസ്വഭാവിയും മറ്റുള്ളവർക്ക് മാതൃകമായിട്ടുള്ള ഒരു പയ്യനെ ഞാൻ കണ്ടിട്ടില്ല. റോഷ്മയുടെ ഒരു ഭാഗ്യമാണ് ഇവിടെ തന്നെ കിട്ടുന്നതിൽ. പോലെയാണ് ഇനി എല്ലാം പറഞ്ഞ മോശമായി പോകും, അതുകൊണ്ട് ഇത്ര മതി. കെട്ടിക്കാൻ പോകുന്ന പറയുക. വളരെ സൽസ്വഭാവിയായി നിന്നെ കെട്ടിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഇത്ര നല്ലൊരാളെ കെട്ടിക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും അച്ഛനാവാൻ പോകുന്ന. അതെ, എനിക്ക് ആകെയുള്ളൊരു നഷ്ടബോധം ഇവനെ കെട്ടിക്കുന്ന സമയത്ത് അച്ഛനായിട്ട് എനിക്ക് വരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ഒരു വർഷം കൂടെ ഇവൻ വെയിറ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ തീർച്ചയായും ഞാനും കൂടെ ഇവൻ്റെ ഒപ്പം ആൾത്താരയിൽ കണ്ടേനെ എന്നുള്ളൊരു സന്തോഷവും ദുഃഖവും ഞാൻ പങ്കുവെക്കുന്നു. നമ്മളങ്ങോട്ട് ചിരിക്കുക. പൊറോട്ട രാവിലെ ഓർമ്മ അഗ്നെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ നമ്മുടെ ഗുരുവൽത്തര ഫാമിലി ഒരു ഓൾ ഇൻ ഓൾ ആണ്. അതായത് ആർക്ക് എന്ത് ഹെൽപ്പോ അല്ലെങ്കിൽ എന്ത് ഡൗട്ടോ കാര്യങ്ങൾ എന്ത് ചോദിച്ചാലും നമുക്ക് ഓടി ചെന്ന് അവൻ്റെ അടുത്തോട്ട് പറയാം. കൂൾ ആൻഡ് കാമാണ്. റോഷ്മിക്ക് ഓൾറെഡി എന്താ പറയുക, ഒരു കൂൾ ആൻഡ് ഫ്രണ്ട്ലി ഹസ്ബൻഡ് ആയിരിക്കും അവന് ഞാൻ ഉറപ്പ് തരുന്നു. സ്ട്രൈറ്റ് ഫോർവേഡ് മാനാണ്. നല്ലൊരു ചെറുക്കനെ കിട്ടിയ റോഷ്മിക്ക് എത്രയും നല്ല രീതിയിലുള്ള ജീവിതം നയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ ചേട്ടന്മാരാണെങ്കിലും രണ്ടുപേരും അച്ഛന്മാരാണ്. അച്ഛനും അമ്മയും ആണെങ്കിലും പള്ളിയുടെ കാര്യങ്ങളുമായിട്ടെല്ലാം അടുത്ത് വയ്ക്കുന്ന ഒരാളായപ്പോൾ പുതിയ വരുന്ന ആൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ വെച്ച് നമുക്ക് എങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോകാമെന്ന് പറഞ്ഞത്. പക്ഷെ റോഷ്മി ആണെങ്കിൽ അതുപോലെ തന്നെ ഒരു കുട്ടിയെ എങ്ങനെ കിട്ടിയെന്ന് നമ്മളിപ്പോഴും ചോദിക്കും എല്ലാവരും. റോഷ്മേച്ചി ഞങ്ങളുടെ വീട്ടിലോട്ട് വരുവാണ്. അപ്പം രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും. വെഡിങ് ഡേയിൽ ഞങ്ങൾ ഒരുമിച്ച് ഇനി ഒരു യാത്രയിൽ പോകാൻ പോവുകയാണ്. Looking forward into the light, I found you, a world brand new. Sky is blue when I'm with you. I found you, a world brand new. Sky. ഇന്നത്തെ ഡേയിൽ റോഷ്മിയെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങൾ
വെൽക്കം ചെയ്യുകയാണ്. വെഡ്ഡിംഗ് ഡേ കഴിയുന്നതോടുകൂടി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായി റോഷ്നി മാറുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ എങ്ങനെയായിരിക്കും പുതിയൊരാൾ വരുമ്പം എന്നൊക്കെ ഓർത്തിരിക്കുമ്പോഴാണ് റോഷ്മിയെ പരിചയപ്പെടുന്നതും റോഷ്മി ഫാമിലിയിലേക്ക് വരുന്നതും. റോഷ്മിയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയായിട്ട് ഇത്രയും അറ്റാച്ച്ഡ് ആവുകയും ഇത്രയും പൊരുത്തപ്പെട്ടു പോകുന്ന ഒരാളെ കിട്ടിയത് എങ്ങനെയാണെന്ന് ഞങ്ങളിപ്പോഴും ആലോചിക്കുന്നുണ്ട്. റോഷ്മിയോട് സംസാരിക്കുന്ന സിറ്റുവേഷനിലെല്ലാം നമുക്ക് അപ്പം തന്നെ മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. റിലേഷൻഷിപ്പിനെല്ലാം നല്ലൊരു വാല്യൂ കൊടുക്കുന്നൊരു കുട്ടിയാണ്. അതാണ് നമ്മുടെ ലൈഫിലേക്ക് റോഷ്മിയെ കൊണ്ടുവരാനുള്ളൊരു മെയിൻ അട്രാക്ഷൻ. അത് നമുക്ക് ആദ്യം തന്നെ അങ്ങ് പൊരുത്തപ്പെട്ടു പോയ കാര്യമാണ്. എന്ത് കാര്യം പറഞ്ഞാലും റോഷ്മി അത് അക്സെപ്റ്റ് ചെയ്യുകയും അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ള എല്ലാ ഒരു പ്ലാനിങ്ങും എല്ലാം സ്വന്തമായിട്ട് തന്നെയുള്ളൊരു ആളാണ് റോഷ്മി. വെഡ്ഡിംഗ് ഡേയോടുകൂടി ഞങ്ങളുടെ ഒരു ഫാമിലിയുടെ പാർട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് റോഷ്മി. I found you